നമസ്കാരം. വർഷങ്ങളായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിച്ച് മടുത്ത ആൾക്കാരാണോ നിങ്ങൾ? കുറേ കാലമായിട്ട് മരുന്ന് കഴിച്ചിട്ടും എന്താണ് ഈ ഷുഗർ ലെവൽ കുറയാത്തത്, അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോളിൽ വരാത്തത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. 10-20 വർഷമായിട്ടുള്ള പ്രമേഹത്തിൻ്റെ പ്രശ്നം ഒരു 15 ദിവസത്തെ ഭക്ഷണക്രമം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ? അങ്ങനെ രാത്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്ഷണക്രമത്തെക്കുറിച്ചും ഷുഗർ ലെവൽ എങ്ങനെ 15 ദിവസം കൊണ്ട് കൺട്രോളിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയോ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഷുഗർ ലെവൽ കൂടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായി മാറുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ പ്രമേഹമുള്ള ആൾക്കാരിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോൺ കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഈ ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് ഊർജ്ജമായിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ, അല്ലെങ്കിൽ രക്തത്തിൽ തന്നെ കലരാനായിട്ട് കാരണമാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ അധികമായിട്ട് കാണിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും രാത്രിയിലെ ഭക്ഷണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ രാത്രിയിൽ കഴിക്കാറുള്ളത് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഈ ചപ്പാത്തി കഴിച്ചാൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, ചോറ് മാത്രമാണ് പ്രശ്നം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പലരും ഉണ്ടാവും. ഈ ചോറാണെങ്കിലും ഗോതമ്പാണെങ്കിലും അങ്ങനത്തെ ധാന്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ രക്തത്തിൽ തന്നെ കലരാനും രാവിലെ നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുന്ന സമയത്ത് അധികമായിട്ട് ഷുഗർ ലെവൽ കാണിക്കാനും ഇതൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ രാത്രിയിലെ ഭക്ഷണത്തിൽ എന്ത് നമുക്ക് കഴിക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് പയറ് വർഗ്ഗങ്ങളാണ്. പ്രോട്ടീനുകൾ കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുതിർത്ത കടലയോ അല്ലെങ്കിൽ വേവിച്ച പയറോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ പ്രോട്ടീൻ കിട്ടുന്ന വേറൊരു കാര്യമാണ് സോയ, പനീർ, മുട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ചോറ് ചപ്പാത്തിയുടെ അളവ് കുറച്ച് പച്ചക്കറികൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെ കഴിക്കാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ക്യാബേജ്, ബ്രൊക്കോളി പോലുള്ള പച്ചക്കറികൾ ഉണ്ടല്ലോ, ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പകുതി വേവിച്ചതിന് ശേഷം അതിൽ ഇതേപോലെ തന്നെ വേവിച്ച കടലയോ അല്ലെങ്കിൽ വേവിച്ച ചെറുപയറോ ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒരു സാലഡ് പോലത്തെ ഒരു ഇതുണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ ഷുഗർ ലെവലിൽ നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ പറ്റും. ഇത് നിങ്ങളൊരു 15 ദിവസത്തേക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തൊക്കെ വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകളും അവരുടെ ഷുഗർ ലെവൽ കുറയുന്നുണ്ട് എന്ന് നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലാതെ പ്രോട്ടീൻസ് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് അമിതമായിട്ട് ഉണ്ടാവുന്നതും ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഇതിനെ സ്വാധീനിക്കുന്നുള്ളത്. ഈ രാത്രിയിൽ നിങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളല്ലാതെ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഈ ഗ്ലൂക്കോസ് ലെവൽ കറക്റ്റായിട്ട് ഇൻസുലിൻ പ്രവർത്തിക്കാതെ ഗ്ലൂക്കോസ് ലെവൽ കൂടാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട്. ഇനി ഈ 15 ദിവസങ്ങളിൽ നിങ്ങൾ പാലിക്കേണ്ട 3 നിയമങ്ങൾ ഞാൻ പറഞ്ഞു തരാം. രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് ലേറ്റ് ആക്കാതിരിക്കുക. 7 മുതൽ 8 മണിയുടെ ഉള്ളിലൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ലേറ്റായിട്ട് കഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ലോ ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഇപ്പോൾ ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിലും ഏത് ഹോർമോൺ ആണെങ്കിലും കുറഞ്ഞ അളവിലേ ഉള്ളൂ പ്രവർത്തിക്കുന്നുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആപ്പിൾ സിഡർ വിനെഗർ ആഡ് ചെയ്ത് കുടിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ടുള്ളത് രാത്രിയിൽ 10 മണിക്ക് മുന്നേ ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഉറക്കം കുറയുന്ന സമയത്ത് ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും അത് ഷുഗർ അധികമാക്കാനായിട്ട് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളും ഈ ഭക്ഷണക്രമവും നിങ്ങളൊരു 15 ദിവസം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഷുഗറിനെ കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ വിവരങ്ങൾ അറിയാനോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.